ആ ഒരൊറ്റ പോയിന്റിൽ ഒതുങ്ങി നിന്നുകൊണ്ടാണ് എന്റെ സുഹൃത്തുക്കളോട് എനിക്ക് ചില കാര്യങ്ങൾ എന്ന് സംസാരിക്കാനുള്ളത്. അതല്ലാതെ കേവലം ഈ ഒരു കഥ പറയലല്ല എന്റെ ഉദ്ദേശം. ആ ഉമ്മയുടെ പ്രാർത്ഥന എന്താ ഉമ്മ പ്രാർത്ഥിച്ചത്? എന്റെ മകനെ അല്ലാഹുമ്മ ലാ തുമിത്ഹു ഹത്താ യൻദുറ ഇലാ വുജൂഹിൽ മൂമിസാത്ത്. വേശ്യകളായ, അതല്ലെങ്കിൽ തെമ്മാടികളായ, തേവിടിശികളായ, ദുർവൃത്തകളായ പെണ്ണുങ്ങളുടെ മുഖത്ത് നോക്കുന്നത് വരെ ഇവനെ മരിപ്പിക്കല്ല എന്ന് മനസ്സ് പൊട്ടിക്കൊണ്ട് ഒരു ഉമ്മയങ്ങ് ദുആ ചെയ്തപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വേദനിച്ച മാതൃഹൃദയത്തിന്റെ പ്രാർത്ഥന ഉടനെ അല്ലാഹു കബൂലാക്കി. എന്താ ഉണ്ടായത്? ഈ സംഭവങ്ങളൊക്കെ അവിടെ സംഭവിച്ചു. ഈ മനുഷ്യൻ ഒരിക്കലും വ്യഭിചരിച്ചിട്ടില്ല. എന്നാൽ ഈ ഉമ്മയുടെ പ്രാർത്ഥന കാരണമായി വ്യഭിചരിച്ചിട്ടില്ലെങ്കിലും ഇദ്ദേഹം വ്യഭിചാരിയാണെന്ന് കുറച്ചു സമയത്തേക്കെങ്കിലും ആ നാട്ടിലൊരു വർത്തമാനമുണ്ടായില്ലേ? ഇദ്ദേഹത്തിന് അതൊരു അപമാനമായി. കുറച്ചു കഴിഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ മഹനീയമായ അത്ഭുതം എന്ന നിലക്ക് തന്നെ അദ്ദേഹത്തിന്റെ നിരപരാധിത്വം അള്ളാഹു തന്നെ തെളിയിച്ചു. പക്ഷേ ഈ ഉമ്മയുടെ പ്രാർത്ഥനയുടെ ആ ഫലം ഈ ദുനിയാവിൽ വെച്ച് തന്നെ അധികം വൈകാതെ ഈ മനുഷ്യൻ കണ്ടല്ലോ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശദീകരിച്ചു തരുന്നതിലൂടെ നമ്മളൊക്കെ ഒരു കാര്യം പഠിച്ചു വെക്കണം. ഉമ്മയുടെ പ്രാർത്ഥന അതെത്ര വലിയ വ്യക്തിക്കെതിരെയാണെങ്കിലും, അതെത്ര നല്ലവനായ മനുഷ്യനെതിരെയാണെങ്കിലും, പെറ്റ തള്ളയെ അപമാനിച്ചു കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ പെറ്റ തള്ളയുടെ ആ മാതൃഹൃദയത്തെ വേദനിപ്പിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം പെട്ടെന്ന് നൽകുന്നു. ശിക്ഷ ഒരുപക്ഷേ പരലോകത്തിനൊന്ന് ലഭിക്കുന്നതിന്റെ മുമ്പ് തന്നെ ഈ ഭൗതികമായ ലോകത്ത് വെച്ച് തന്നെ സാധാരണ പ്രയോഗിക്കുന്ന പ്രയോഗമുണ്ട്. വരമ്പത്ത് നിന്ന് തന്നെ കൂലി കിട്ടുന്ന മഹാപാപമാകുന്നു ഉമ്മയെയും ഉപ്പയെയും വേദനിപ്പിക്കുക എന്നത്. അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ എന്നൊരു പ്രയോഗവുമുണ്ട്. ചെയ്ത അതേ പ്രവർത്തനം കൊണ്ട് തന്നെ തിരിച്ചടി കിട്ടുക എന്നാണ് അതിന് പറയുന്നത്. അത് മാതാപിതാക്കളോടൊരാൾ അനാദരവ് കാണിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ കോടതിയിൽ അവൻ ശിക്ഷിക്കപ്പെടുന്നതിന്റെ മുമ്പ് തന്നെ ഈ ഭൗതികമായ ലോകത്ത് അവന്റെ മക്കളിലൂടെ തന്നെ തിരിച്ചടി ഉണ്ടാകുന്നതിനാണ് അൽ ജസാഉ മിൻ ജിൻസിൽ അമലി എന്നതുപോലെയുള്ള പ്രയോഗങ്ങൾ. ഏത് തെറ്റാണ് ചെയ്തതെങ്കിൽ അതേ രൂപത്തിലുള്ള തെറ്റിലൂടെ, പ്രവർത്തനത്തിലൂടെ തിരിച്ചടി ലഭിക്കുക. ഇവിടെ ഇതാ അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് വിശദീകരിച്ചു തരുന്ന ആ സംഭവത്തിൽ ഇവിടെ ഈ മകനെതിരെ ഈ മാതാവ് മനസ്സ് പൊട്ടിക്കൊണ്ട് പ്രാർത്ഥിച്ചുപോയി. നാം ഏറ്റവും ഭയപ്പെടേണ്ടതുണ്ട്. നമുക്ക് നമ്മുടെ മാതാപിതാക്കളോട് ഹുഖൂഖുണ്ട്. മാതാപിതാക്കൾക്ക് ഏറ്റവും കൂടുതൽ കടമകൾ നാം ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. അവർക്കൊരുപാട് അവകാശങ്ങൾ നമ്മളിൽ നിന്ന് കിട്ടേണ്ടതുണ്ട്. ആ അവകാശങ്ങൾക്കാണ് ഹുഖൂഖ് എന്ന് പറയുന്നത്. ആ അവകാശങ്ങൾ ആരെങ്കിലും കൃത്യമായി പാലിച്ചുകൊണ്ട് ജീവിച്ചാൽ അവന് സ്വർഗപ്രവേശം എളുപ്പമാണ്. അതേ അവസരത്തിൽ തന്നെ ഒരക്ഷരത്തിന്റെ വ്യത്യാസമേയുള്ളൂ അറബി ഭാഷാ പദപ്രയോഗത്തിൽ. ഹുഖൂഖ് എന്ന പ്രയോഗത്തിൽ ആദ്യത്തെ അക്ഷരത്തിന്റെ ഹ അങ്ങ് മാറിയിട്ട് ഹുഖൂഖ് എന്ന് ഐനുച്ചരിച്ചുകൊണ്ട് പറഞ്ഞാൽ ആ പ്രവർത്തനം പിന്നെ മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്ന പ്രവർത്തനത്തിന് പറയുന്ന പദപ്രയോഗമാണ്. ഉഖൂഖ് ചെയ്തു കഴിഞ്ഞാൽ, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്ന പ്രവർത്തനം ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂല് പറയുന്നത് പിന്നെ നരകത്തിലേക്ക് എളുപ്പമായി. നമ്മുടെ സ്വർഗ നരകങ്ങൾ തീരുമാനിക്കപ്പെടാൻ വരെ വളരെ അടിസ്ഥാനപരമായ കാരണങ്ങളിൽ പെടുന്നതാണ്. മാതാപിതാക്കളോടുള്ള ഹക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കുന്നവൻ സ്വർഗത്തിലേക്ക് പോകുന്നു. മാതാപിതാക്കളുടെ ഹക്കുകളെ ചവിട്ടിമെതിച്ചുകൊണ്ടവരോട് ഉഖൂഖ് കാണിക്കുന്ന, അവരെ അവമതിക്കുന്ന, അപമാനിക്കുന്ന, അവരെ വേദനിപ്പിക്കുന്ന, അവരെ മുഷിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിലൂടെ എത്രയും പെട്ടെന്ന് നരകത്തിലേക്ക് തന്നെയാണ് പോക്ക്. അല്ലാഹുവിന്റെ ശാപമാണ് ഉണ്ടാകുന്നത്, അല്ലാഹുവിന്റെ കോപമാണ് ഉണ്ടാകുന്നത്. കത്തിയാളുന്ന നരകത്തിയാണ് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശദീകരിച്ചു തരുന്ന ഈ ചരിത്ര സംഭവത്തിൽ നിന്ന് നമ്മൾ പാഠം പഠിക്കണം. ഉമ്മയെങ്ങാനും മനസ്സ് പൊട്ടി നമുക്കെതിരെ വല്ലതും അല്ലാഹുവിനോട് പറഞ്ഞുപോയാൽ, നമ്മുടെ ഉപ്പയെങ്ങാനും മനസ്സ് പൊട്ടി നമുക്കെതിരെ അള്ളാഹുവിനോട് വല്ലതും പറഞ്ഞുപോയാൽ
അത് ഭൗതികമായ ലോകത്ത് വെച്ച് തന്നെ അനുഭവിക്കാതെ എത്ര വലിയ മനുഷ്യനാണെങ്കിലും ഈ ലോകത്തോട് വിട പറയാൻ കഴിയില്ല. പശ്ചാത്തപിക്കാത്തിടത്തോളം അല്ലാഹുവിന്റെ കോടതിയിൽ വേറെയും ശിക്ഷ ഉറപ്പാണ്. അതുകൊണ്ട് ഇസ്ലാം നമ്മളോട് വളരെ കണിശമായി പറയുന്നു, മാതാപിതാക്കൾക്കുള്ള സ്ഥാനം, മാതാപിതാക്കളോടുള്ള ബഹുമാനം, ഉമ്മയോടും ഉപ്പയോടുമുള്ള ബഹുമാനങ്ങളിൽ 3 സ്ഥാനവും അല്ലാഹുവിന്റെ റസൂൽ വിശദീകരിച്ച് തന്നത് ഉമ്മയോട് എന്നാണ്. ഏറ്റവും കൂടുതൽ നിന്റെ നല്ല സഹവാസത്തിന് നിനക്ക് കടപ്പാടുള്ളത് നിന്റെ ഉമ്മയോടാണ്, ഉമ്മയോടാണ്, ഉമ്മയോടാണ്. പിന്നെ 4ാമതാണ് പറഞ്ഞത് നിന്റെ ഉപ്പയോട് എന്ന്. കാരണം ഉപ്പാക്ക് തീരെ പ്രയാസങ്ങളില്ലാത്ത, ഉമ്മ മാത്രം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന 2-3 കാര്യങ്ങളുണ്ട്. ഗർഭം ധരിച്ചുകൊണ്ടുള്ള ആ നടപ്പും, ആ അവസരത്തിൽ ഒരു ഗർഭസ്ഥ ശിശുവിനെ വയറ്റിലേറിക്കൊണ്ട് നടക്കുന്ന പ്രായത്തിൽ, ആ സന്ദർഭത്തിൽ ഒരു ഉമ്മ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, ഒരു ഉമ്മ അനുഭവിക്കുന്ന വേദനകൾ, അത് മറ്റൊരാൾക്ക് പങ്കുവെച്ചു കൊടുക്കാൻ ഒരു പെണ്ണിനെ കൊണ്ടും കഴിയില്ല. ഒരു പെണ്ണിനും അത് പകുത്തു കൊടുക്കാൻ കഴിയില്ല. അത് 100% ഒരു ഉമ്മ അനുഭവിക്കുന്ന വേദനയാണ്. അതേപോലെ തന്നെ പ്രസവിക്കുമ്പോൾ ഒരു ഉമ്മ മരണസമാനമായ വേദന അനുഭവിക്കുന്നു. അതിൽ മറ്റൊരാൾക്ക് പങ്കില്ലല്ലോ. ആ വേദന മറ്റൊരാൾക്ക് പകുത്തു കൊടുക്കാനാവില്ലല്ലോ. അവർ തന്നെ സഹിക്കണ്ടേ. ഇനി അങ്ങോട്ട് വഹംലുഹു വഫിസാലുഹു എന്ന് ഖുർആൻ പറഞ്ഞില്ലേ? ഈ കുട്ടിയൊന്ന് മുല കുടിക്കുന്ന പ്രായം അവസാനിക്കുന്ന ഒരു 2 കൊല്ലത്തെ, ആദ്യത്തെ 2 കൊല്ലത്തെ ആ പരിപാലനത്തിന്റെ ബുദ്ധിമുട്ട് ഉമ്മയോളം ഒരാൾക്കും അനുഭവിക്കാൻ കഴിയില്ല. ഉമ്മക്ക് അത്രയും ആ വിഷയത്തിൽ എല്ലാ നിലക്കുള്ള പ്രയാസങ്ങളെയും അവർ മാറ്റിവെക്കുകയാണ്. അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലും വലത് കൈയിൽ ഭക്ഷണം കഴിച്ചുകൊണ്ട് വായിലേക്ക് ഭക്ഷണം വെക്കുന്ന നേരത്താണ് സ്വന്തം മടിത്തട്ടിൽ ഈ കൈക്കുഞ്ഞ് വിസർജിച്ചതെങ്കിൽ പോലും ഒരറപ്പും ചെടിപ്പും വെറുപ്പുമില്ലാതെ ഭക്ഷണം കയ്യിൽ പിടിച്ചുകൊണ്ടത് തിന്നുന്നതിനിടയ്ക്ക് തന്നെ ഇടത് കൈ കൊണ്ട് വേണമെങ്കിൽ ആ വിസർജ്യം തുടക്കാൻ മടി കാണിക്കാത്ത നമ്മുടെ ഉമ്മയോളം ഒരു മനുഷ്യനോട് സ്നേഹമുള്ള മറ്റൊരു സൃഷ്ടി ആരാണുള്ളത്?